സിനിമയിൽ അറിയാതെ ചില ഭാഗ്യങ്ങൾ കടന്നുകൂടാറുണ്ട്. ഈ സംഭവിക്കുന്ന സമയത്ത് അത് പിന്നീട് ഒരു ചരിത്രമാകുമെന്ന് തീരെ അറിയാതെ പിന്നീട് ചരിത്രമാകുന്ന പല കാര്യങ്ങൾക്കും ഞാൻ കാരണമാവുകയും സാക്ഷിയാവുകയൊക്കെ ചെയ്യേണ്ടി വന്നുള്ള ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്നാണ് ചിത്ര പാടിയിട്ട് ആദ്യം പുറത്തു വന്നൊരു സിനിമ ഞാനേകനാണ് എന്നുള്ള സിനിമ. അതിൽ രജനി പറയൂ എന്നുള്ള പാട്ട്, ആ പാട്ട് ഞാൻ എഴുതിയതാണ്. അപ്പോൾ ഞാൻ എഴുതിയൊരു സോങ്ങിലൂടെയാണ് ചിത്രയെ കേരളത്തിലെ ജനങ്ങൾ ആദ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ അതിനേക്കാളും പ്രധാനപ്പെട്ടാണ് രവീന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ. രവീന്ദ്രൻ്റെ ആദ്യ ചിത്രം ചൂളയാണ്. ചൂളയിലെ താരകയും എഴുതലിൽ കണ്ണീരുമായി എന്നുള്ള പാട്ടാണ് രവീന്ദ്രൻ ആദ്യമായിട്ട് സംഗീതം നൽകിയത്. സിനിമയിൽ നമ്മൾ കേട്ട പാട്ട്, ആ പാട്ട് എഴുതാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ രവീന്ദ്രനുമായിട്ടുള്ള ഒരു സൗഹൃദം വന്ന തൊട്ടുണ്ട്. പല സിനിമകളും കിന്നാരമൊക്കെ രവീന്ദ്രനാണ് മ്യൂസിക്, വെറുതെ മണക്കൊക്കെ രവീന്ദ്രനാണ് മ്യൂസിക്. അപ്പം അടുത്തടുത്ത് എന്നുള്ളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് രവീന്ദ്രനോട് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു ബഹുമാനം, ഈ പ്രൊഡ്യൂസറോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നൊരു സംഗീത സംവിധായകനാണ് രവീന്ദ്രൻ. അപ്പോൾ അടുത്തടുത്ത് എന്നുള്ള സിനിമ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മുരളി മിസ് രാമേന്ദ്രനാണ് എൻ്റെ പ്രൊഡ്യൂസർ, അവളുടെയൊക്കെ പ്രൊഡ്യൂസറാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില പടങ്ങൾ പരാജയപ്പെടുകയും റെക്കോർഡിങ് ഫിക്സ് ചെയ്ത ദിവസം എൻ്റെ അടുത്ത് രാമേന്ദ്രേട്ടൻ പറഞ്ഞു നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാൻ, കാര്യം ഫണ്ട് വന്നിട്ടില്ല, റെക്കോർഡിങ്ങിനുള്ള പൈസ എത്തിയിട്ടില്ല. അപ്പോൾ അത് തന്നെ നാളെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓർക്കസ്ട്രയ്ക്ക് കൊടുക്കാൻ പണം ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഓർക്കസ്ട്ര ഏറ്റവും ചുരുക്കിയിട്ട് നമുക്ക് ആ പാട്ട് ചെയ്യാം. അപ്പോൾ പാട്ട് ഞാനാണ് എഴുതിയത്, കമ്പോസിങ് ഒക്കെ കഴിഞ്ഞാണ്. ബാക്ക്ഗ്രൗണ്ട് പുള്ളി ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസറയിൽ ഓർക്കസ്ട്രയ്ക്ക് കൊടുക്കാനുള്ള അത് സാരമില്ല, നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം, താരും തളിരും ചൂടും ഹൃദയം, മഞ്ഞും മഴയും മലരായി മാറും. ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് ഇല്ലിക്കാട് എന്നുള്ള പാട്ട് ഇപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് ആ പാട്ടിന് ഫോളോ ചെയ്യുന്ന ഒരു റിതം മാത്രമാണ് അത് പ്രധാനമായിട്ടും പണം കൊടുക്കേണ്ട ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ വൈരം എന്ന് പറഞ്ഞിട്ട് അക്കാലത്ത് സിനിമകൾക്ക് എഫക്ട്സ് സൗണ്ട് കൊടുത്തിരുന്ന ഒരാളെ ടോട്ടലി ബുക്ക് ചെയ്ത് അന്ന് 300 രൂപയായിട്ടാണ് വൈരത്തിൻ്റെ റേറ്റ്. വൈരം കൊടുത്തിട്ടുള്ള എഫക്ട്സുകളാണ്. അപ്പോൾ ആ പാട്ട് രൂപപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ പിക്ചറൈസേഷൻ ഞാൻ മനസ്സിൽ കാണുകയും ആ പിക്ചറൈസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി രവീന്ദ്രനോട് പറഞ്ഞു കൊടുക്കുകയും, അപ്പോൾ മോഹൻലാലും അതിൽ അഭിനയിക്കുന്ന പെൺകുട്ടിയും ഷട്ടിൽ കളിക്കുന്നതും ചില കിളികളുടെ ശബ്ദങ്ങളും ഇതൊക്കെ മാത്രം വെച്ചിട്ട് അന്നത്തെ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചാർജ് 600 രൂപയാണ്. താനേ പാടും മാനസം